Serious. Guys, welcome to Spicy Butterflies vlog. Today we are going to Al Batwa Lake. I don't know അവിടെ സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ ചെന്നിട്ട് പറയാവേ. ഓക്കെ, ഇപ്പോൾ പാവം ഞങ്ങളുടെ രഥം പതുക്കെ പതുക്കെ ആ ഗേറ്റിനുള്ളിൽ കൂടി വെളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ രഥത്തിൽ കൂടി, ഈ ഡെസേർട്ടിൽ കൂടി ഞങ്ങളങ്ങനെ ഈ നീണ്ട റോഡിൽ കൂടി പോകുകയാണ് ഗൈസ്. ഈ നമ്മുടെ സ്കൈ കിടക്കുന്നത് കണ്ടോ, കുറേ മേഘങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിട്ടാണ് സ്കൈ കിടക്കുന്നത്, റോഡ് കിടക്കുന്നത് കണ്ടോ. അപ്പുറം നോക്കിയാലും ഡെസേർട്ടാണ്, ഇപ്പുറം നോക്കിയാലും. പക്ഷേ ഇതേ ഡെസേർട്ടിലൊക്കെ കണ്ടില്ലേ പച്ചപ്പൊക്കെ കാണുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഡെസേർട്ടിൽ പച്ചപ്പില്ലെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെസേർട്ടൊക്കെ മാറി, അവിടെയൊക്കെ ഇപ്പം നമുക്ക് പച്ചപ്പുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഈ അൽ ബത്വ ലേക്കിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു കയറാനൊക്കെ, ഭയങ്കര തിരക്കായിരുന്നു, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ടെൻ്റൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് ബത്വ ലേക്ക്. ലേക്കിൻ്റെ സൈഡിലാണ് ഞങ്ങളിപ്പോൾ ടെൻ്റ് ഇട്ടിരിക്കുന്നത്. ഒരു ടെൻ്റ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു ടെൻ്റ് തികയത്തില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് വേറൊരു ടെൻറ്റും കൂടെ, പുതിയ ടെൻറ്റും കൂടെ ഞങ്ങൾ മേടിച്ച് അത് റെഡിയാക്കുന്ന തിരക്കിലാണിപ്പോൾ. പണ്ടൊക്കെ നമ്മൾ ഹട്ടിൽ കിടക്കുമ്പോഴത്തേക്കും ഹട്ടിലൊക്കെ നമ്മളോർക്കും എങ്ങനെ കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ മനുഷ്യരും ഇപ്പോൾ ടെൻറ്റിലൊക്കെ കിടക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഈ പറയുന്ന ഞാനും. നിങ്ങളോ? അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ടെൻറ്റും കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 ടെൻറ്റുകൾ കെട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹംഗ്രി വന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഈ മന്തി കഴിക്കുകയാണ്. ഞാൻ പിന്നെ മന്തി ഉണ്ടാക്കാൻ വളരെ മിടിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റൊക്കെ തോന്നി. എല്ലാവരും വിശപ്പ് കൊണ്ട് അനങ്ങാതെ ഇരുന്ന് കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. സ്പൈസി ബട്ടർഫ്ലൈസ് ആണെങ്കിൽ അവർ റെസ്റ്റ് എടുക്കുന്നതൊന്നും അവർക്കൊന്നും അതിനുള്ള ടൈമൊന്നുമില്ല. അവർ പോണ്ടുണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ഞാനാണെങ്കിലോ കണ്ടില്ലേ, ഈ മനോഹാരിതയെ പകർത്തിയെടുക്കാൻ ഞാൻ വെമ്പുകയാണ്. ആ കൂടെ നമ്മുടെ സണ്ണമ്മാവനെയും. ഞാനൊരു ഊതി നോക്കിയപ്പോൾ ഇവിടെ 2-3 പേര് കിടന്നത് ഗാഠനിദ്രയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ റെസ്റ്റ് എടുത്തോട്ടെ. ഞാനാണെങ്കിൽ ഈ സണ്ണമ്മാവനാണെങ്കിൽ എന്നെ ചിരിച്ച് കാണിക്കുന്നു. അപ്പോൾ പിന്നെ സണ്ണമ്മാവന് വിഷമാകത്തില്ല ഞാനൊരു ഷോട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ ആ ചുറ്റുവട്ടത്ത് ഒത്തിരി പേര് കളിക്കുന്നു, ഒത്തിരി പേര് ടെൻറ്റും ഒക്കെ കെട്ടി ഇങ്ങനെ വൈകിട്ടത്തേക്ക് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോഴും ഞങ്ങളത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഒരു മണ്ണൊക്കെ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ മേലോട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. സ്റ്റെപ്പൊക്കെ കയറി മേലോട്ട് പോകാൻ നല്ല രസമാണ്. അതിൻ്റെ മേളിൽ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചെറിയൊരു മൺകൂന എന്ന് വേണേൽ പറയാം. ചുമ്മാ സ്റ്റെപ്പ് കെട്ടി മേളിലോട്ട് ഇട്ടിരിക്കുകയാണ്. അവിടെ മേലോട്ട് കയറി കഴിഞ്ഞിട്ട് താഴോട്ടൊന്ന് വന്നു ഞാൻ. അപ്പോൾ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല രസമുണ്ടെന്ന് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്മോൾ ബട്ടർഫ്ലൈസിനാകെ എല്ലായിടവും ഒന്ന്, അമ്മയുടെ കൂടെ അവൾ വരത്തുള്ളൂ, അപ്പോൾ എല്ലായിടവും ഒന്ന് കറങ്ങണമെന്ന് ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ സ്മോൾ ബട്ടർഫ്ലൈസിനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കാനുള്ള ഒരു ത്വരതയിലാണ്. എന്ത് രസമാണെന്നോ. എനിക്ക് സണ്ണമാവൻ കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ ചിരിയൊക്കെ മങ്ങാനായിട്ട് പോകുന്ന ഒരു ടൈമിലാണ് ഇപ്പം നിൽക്കുന്നത്. കണ്ടില്ലേ, പ്ലേ ചെയ്യുകയാണ് ഞാനും എൻ്റെ സ്മോൾ സ്പൈസി ബട്ടർഫ്ലൈയും കൂടെ. അപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റർക്ക് മണ്ണ് പറപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് ആ വീഡിയോ എടുക്കുന്നത്. പക്ഷേ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അതിനിടയ്ക്ക് എനിക്ക് ഈ ഡെസേർട്ടിലുള്ള ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്ലാന്റ്സിനെയൊക്കെ വളരെ എക്സൈറ്റഡോടുകൂടി ഞാൻ അതിനെയെല്ലാം നിരീക്ഷിക്കാറുണ്ട്. ഇതാണ് ചച്ച, അതാണ് യൂട്യൂബർ ഗേൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൽ ബത്വ എന്ന ലേക്കിലേക്കാണ്. ബാക്കി എന്നാ പറയണ്ട. ഇവിടെ ഞങ്ങള് ഇന്ന് വൈകിട്ട് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഇപ്പോൾ ആ പറഞ്ഞ ആ വളിപ്പെല്ലാം നിങ്ങൾ കേട്ടില്ലേ. എന്നെയും എൻ്റെ യൂട്യൂബിനെയും അവൻ കളിയാക്കുകയാണ്. എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പോൾ സണ്ണമ്മാവനൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇരുട്ടിൻ്റെ നിഗൂഢതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ എല്ലാവരുടെയും വർക്ക് തുടങ്ങുന്നത്.
ഈ സണ്ണമ്മാവനൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഈ രാത്രി കാണാൻ എന്ത് മനോഹരമാണ്. അതിൻ്റെ ആ മനോഹാരിതയെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്, അറിയില്ല. കണ്ടില്ലേ ആ അൽ വത്തുബ ലേക്കിൻ്റെ ആ മനോഹാരിതയെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ ലൈറ്റില്ല കേട്ടോ. ഈ മനോഹാരിതയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞാൻ പോസ് ചെയ്യാതിരിക്കും? ഏതൊക്കെ രീതിയിൽ പോസ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഞാൻ പോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ എല്ലാവർക്കും? എല്ലാ സെറ്റപ്പും ആക്കി വെച്ച് ഇനി അടുത്ത ഗ്രില്ലിങ്ങിൻ്റെ പരിപാടിയാണ്. ഈ കൂടെയുള്ള രണ്ട് പേരിൽ ഒരാൾക്ക് ഭയങ്കര ധൃതിയുള്ളതാണ്. ആ ആളാണെങ്കിൽ വെയിറ്റ് എളുപ്പം, പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഗ്രില്ല് ചെയ്ത് പരിപാടിയെല്ലാം അടച്ചു പൂട്ടി കയറി കിടക്കണം, അതാണ് ആളുടെ ചിന്ത. പക്ഷേ എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈ ഇവിടെ വേറെ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി വേറെ എന്തൊക്കെയോ ചെയ്യുന്ന തിരക്കിലാണ്. എത്തിപ്പോയി ഗൈസ്, എത്തിപ്പോയി. ഞങ്ങളുടെ സ്മോൾ ഗ്രില്ല് ചെയ്യുന്നത് ശരിയായി റെഡിയായി ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള ആദ്യ ഘട്ടമായിട്ട് ഞങ്ങൾ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കരി ഇടുകയാണ്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ കരി ഇടുന്ന? ഓരോരുത്തരും ഓരോ പണികൾ അവിടെ ചെയ്യണം. കുറച്ച് പേർ ചെയർ എടുത്ത് വെക്കുന്നു, കുറച്ച് പേർ കരി എടുത്ത് ദേ കണ്ടേ ഫ്ലെയിമൊക്കെ വരുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എല്ലാവരും ഓരോ ചെയറിലൊക്കെ സ്ഥാനം പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അത് ആ കരി മുഴുവൻ തീക്കനലായിട്ട് മാറണം, അതിനുള്ള വെയിറ്റിങ്ങിലാണ്. ഈ കരി വെക്കുന്ന ആൾക്കാണെങ്കിൽ ക്ഷമയില്ലാത്ത വ്യക്തിയാണ്. ആ വ്യക്തിക്കാണെങ്കിൽ എളുപ്പം ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങാം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ വളരെ എക്സൈറ്റഡായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇത് കാണാനും ചെയ്യാനും അതിലുപരി അതിനകത്തുള്ളൊരു സന്തോഷം നമുക്ക് കണ്ടെത്താനായിട്ടും. നിങ്ങൾക്കറിയാവോ, ഈ എഡിറ്ററുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഈ പരിപാടിക്കൊക്കെ വരുന്നത്. ഇവർക്കൊക്കെ ഇതൊക്കെ മെനക്കെടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, ഈ കസേരയിരിക്കുന്നവർക്കൊക്കെ. പക്ഷേ ഈ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഞാനെന്ന വ്യക്തിയുടെ നിർബന്ധപ്രകാരം ഇതേപോലത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് മെനക്കെടാനായിട്ട് ഇവർക്കൊന്നും അതിനുള്ള ഒരു ഇതില്ല. പിന്നെ നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് ഇവർ നമ്മുടെ കൂടെ വന്ന് ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസും ഇതിൻ്റെ മനോഹാരിതയും ഇതിൻ്റെ രസമൊക്കെ ഒന്ന് അറിയണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസ് ഇതെല്ലാം അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഈ പരിപാടിക്ക് വരുന്നത്. ആദ്യം ഞങ്ങൾ കണ്ടില്ലേ ചോളമാണ്. ചോളം എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും. അപ്പോൾ അതാദ്യം ചുട്ട് അത് കഴിഞ്ഞപ്പോൾ ഗ്രില്ല് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പുരട്ടിക്കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. പലതരത്തിലുള്ള ഫ്ലേവർ നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസ് അതിമനോഹരമായി അവിടെ കിടന്ന് മണ്ണിനകത്ത് കുത്തിമറിഞ്ഞ് കളിക്കുകയാണ് ഗൈസ്. ഇത് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എൻ്റെ കയ്യിലും എല്ലാ സെറ്റപ്പും ഉണ്ട്. ഫസ്റ്റ് ടൈമിൽ എൻ്റെ കയ്യിൽ ബ്ലാങ്കറ്റ് ഒന്നുമില്ലായിരുന്നു. സെക്കൻഡ് ടൈമിൽ എല്ലാം കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. വെള്ളം തിളപ്പിക്കുന്ന പാത്രം വരെയുണ്ട് എൻ്റെ കയ്യിൽ. തീയിടാൻ വേണ്ടിയാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അടുത്തായതുകൊണ്ട് തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് സെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഒരു തിരക്കിലാണ്. ഉറങ്ങുന്ന ഒരു ടൈം ആയിരിക്കുന്നു ഗൈസ്. ഗുഡ് നൈറ്റ്. ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്ന ഒരു 6 o'clock ഒക്കെ ആയിരിക്കണം. കുറച്ച് പേര് വന്ന് എന്നെ ഉണർത്തിയിരിക്കുന്നു ഗൈസ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇവരാരൊക്കെയാണെന്ന് എനിക്കറിയാനുള്ള ഒരു ത്വര കൊണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ എണീറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 6 o'clock ഒക്കെ ആയിട്ടുള്ളൂ. എങ്കിലും എന്നെ ഉറങ്ങാൻ ഈ ചുറ്റുവട്ടത്ത് കുറേ പേര് ആരൊക്കെയോ വന്നിരിക്കുന്നു. അവരാരൊക്കെയാണെന്ന് ഞാൻ തപ്പിത്തടയുകയാണ്. എൻ്റെ ക്യാമറകൾ എടുത്തുകൊണ്ട്, എൻ്റെ മൊബൈലുകൾ എടുത്തുകൊണ്ട് അവരെയൊക്കെ ഞാൻ തിരയുകയാണ്. അവിടെ ഇവിടെയൊക്കെ തിരയുകയാണ്. കിട്ടാനായിട്ട് ദേ വന്നിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇവർ വന്ന് ഒച്ചയും ബഹളവും എല്ലാം വെച്ച് എന്നെ ഉണർത്തുകയാണ് ഗൈസ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കേട്ടില്ലേ, ഇവരെ സൗണ്ട് കേട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരെ കുറച്ച് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ എണീറ്റ് ഇവരെ എല്ലാം ഈ മനോഹരിതമായ സൗണ്ടും ഇവരെയെല്ലാം ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയത്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ടെൻറ്റ് ഉറങ്ങുന്നത് ഞാൻ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചുറ്റുവട്ടത്തുള്ളവരെയും ഈ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് കാണിക്കാം. ദേ അപ്പത്തേക്ക് എണീറ്റ് വന്നിരിക്കുന്നു. എൻ്റെ കൂടെയുള്ളവരെല്ലാം എണീറ്റ് വന്നു. ദേ അവരൊക്കെ തുള്ളിച്ചാടുകയാണ്. തണുപ്പ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ? എന്ത് മനോഹരമാണെന്ന് നോക്കി. ഈ അൽ വത്തുബ ലേക്കിൻ്റെ ചുറ്റുവട്ടങ്ങൾ എന്ത് മനോഹരമായിട്ട് നിന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 o'clock ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഉള്ള കൂട്ടാളികൾക്കെല്ലാം എളുപ്പം വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമായി. അവർക്ക് ഇങ്ങനെയുള്ള ഈ ടെൻറ്റുകളിൽ കിടക്കുന്നതൊന്നും അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരൊരു വിധത്തിലായിരിക്കാം നേരം വെളുപ്പിച്ചേ. പക്ഷേ ഞാൻ നല്ലതായിട്ട് കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നയാളാണ്. അപ്പോൾ എനിക്ക് പോകാനൊന്നും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പിന്നെ ചുറ്റുവട്ടം എല്ലാം വീഡിയോയും എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പോകാൻ മനസ്സില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കൂടെയുള്ളവർ പറയുന്നു നമുക്ക് പോകാമെന്ന്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമുക്ക് വന്നു പോകാനായിട്ട് നമ്മുടെ കൂട്ടാളികൾ സമ്മതിക്കുന്നില്ല. പിന്നെ അവരുടെ നിർബന്ധപ്രകാരം എല്ലാം ഇപ്പോൾ കെട്ടിപ്പറക്കാനുള്ള തിരക്കിലാണ്. പാവം സ്കൈ ആണെങ്കിൽ എന്നെ നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ പോകുകയാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ സ്കൈയോട് പറഞ്ഞു, ഞങ്ങൾ പോകുകയാണ്, ഇനി പറ്റുവാണെങ്കിൽ വരാം എന്ന് യാത്ര പറഞ്ഞിട്ട് പല കാര്യങ്ങളും അവിടെ എടുത്തു വെക്കുന്ന തിരക്കിലാണിപ്പോൾ. എല്ലാ സാധനങ്ങളും, കുറച്ച് മീനുകളെയും കിട്ടി കേട്ടോ, അതും ബക്കറ്റിലാക്കി ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ സാധനങ്ങളും ടെൻറ്റും എല്ലാം പൊളിച്ചു ഗായ്സ്. കണ്ടില്ലേ, എൻ്റെ കൂടെ വന്ന ഈ പുള്ളിപ്പുലികളും കൂട്ടാളികളും എൻ്റെ ടെൻറ്റുകളെല്ലാം പൊളിച്ചു മാറ്റി ഞങ്ങളോട് പറയുകയാണ്, ഇനി ഇവിടെ നിന്നത് മതി, ഞങ്ങൾക്ക് പോകാൻ, ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് പോയി കിടന്ന് നല്ലതായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് അവരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ടെൻറ്റുകളും പൊളിച്ചുകൊണ്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഏകദേശം ടെൻറ്റെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് മാറ്റുമെല്ലാം പുള്ളി മടക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോഴും എനിക്ക് എൻ്റെ ഈ മനോഹാരിതയെ വിട്ടുപോകാനായിട്ട് ഇഷ്ടം വരുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസിനെയും കൂട്ടി ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട്, കണ്ടോ അവിടെ വിജനമായി, ഞങ്ങൾ ടെൻറ്റ് കെട്ടിയ പ്ലേസാണ്, ആ പ്ലേസ് മുഴുവൻ ഇപ്പോൾ വിജനമായി കിടക്കുകയാണ്. ആ വിജനതയിൽ നോക്കിക്കൊണ്ട് ഞാൻ അതിവിഷമത്തോടെ ഞാൻ എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസിനെയും കൂട്ടി പോകുകയാണ് മുന്നോട്ട്. കൊണ്ടുവന്ന എല്ലാ സാമഗ്രികളും എടുത്തുകൊണ്ട് ഞങ്ങളുടെ ചീറ്റയ്ക്ക് അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ആ ചീറ്റയുടെ വാലിൻ്റെ അകത്തെല്ലാം കയറ്റി വെക്കുന്ന തിരക്കിലാണ്. എല്ലാം അടുക്കി കയറ്റി വെച്ച് ഞങ്ങൾക്ക് പോകാൻ ടൈമായിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ ചീറ്റയിൽ കയറി ഞങ്ങളെല്ലാവരും ആ അൽ വത്തുബ ലയിക്കുന്ന ആ അതിമനോഹരമായ ആ പ്രദേശത്ത് നിന്നും ഞങ്ങൾ അതിനോട് വിട പറയുന്ന ഒരു രംഗമാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഗുഡ് ബൈ അൽ വത്തുബ ലേക്ക്, വി വിൽ കം ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുഭൂമിയെ കവച്ച് കീറിക്കൊണ്ട് ഞങ്ങളുടെ ചീറ്റ തലങ്ങും വിലങ്ങും എങ്ങോട്ടെന്നില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ യാത്രകൾ മുന്നോട്ട് പോകും തോറും കൂടി വരികയാണ്. ഞങ്ങളുടെ യാത്രയുടെ കൂടെ വരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, ബൈ.